ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രാർത്ഥനയുടെ ആന്തരികത. നോമ്പുകാലം സഭ നമുക്ക് നൽകുന്നത് ആത്മീയമായ ഒരു നവീകരണത്തിനുള്ള അവസരമാണ്. ഈ കാലയളവിൽ നാം ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രാർത്ഥനയിലാണ്. എന്നാൽ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ദിശാബോധം നൽകുന്നതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കപടനാട്യക്കാരുടെ പ്രകടനപരമായ പ്രാർത്ഥനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളറകളിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടെത്താനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിക്കുള്ളിൽ കടന്ന് വാതിലടച്ച് രഹസ്യമായി വസിക്കുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന വാക്യം നോമ്പുകാലത്തെ ഏറ്റവും വലിയ ധ്യാന ചിന്തയാണ്. പുറം ലോകത്തിന്റെ കോലാഹലങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും മാറി സ്വന്തം ആത്മാവിലേക്ക് നോക്കാൻ നാം ശീലിക്കണം. വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയ യേശുവിന്റെ ഈ വചനങ്ങൾ നോമ്പുകാലത്തെ പ്രാർത്ഥനയെ കൂടുതൽ അർത്ഥവത്താക്കുന്നു. രഹസ്യങ്ങൾ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം നൽകുമെന്ന വാഗ്ദാനം നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് വലിയ കരുത്ത് പകരുന്നു. ലോകത്തിന്റെ കാഴ്ചകളിൽ നിന്ന് മാറി ദൈവത്തിന്റെ കാഴ്ചയിൽ നാം ആരാണെന്ന് തിരിച്ചറിയുന്നതാകട്ടെ നമ്മുടെ ഈ നോമ്പുകാല ചിന്തകൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.